ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു എസ്കേപ്പിംഗ് OB ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാരിസ് പ്രിഷൻ 2 എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അതായിരിക്കും നമ്മളെ പിടിക്കാൻ പറ്റുന്ന ആൾ. ഇയാളാണ് ഫസ്റ്റ് 10 മിനിറ്റ് 3 സെക്കൻഡിൽ എസ്കേപ്പ്. എനിക്ക് ഈ ആരോ മാർക്ക് കാണിക്കാനായിട്ട് പോകാൻ ലാഡറിൽ ഇതെന്താണ് പൈപ്പിലൊക്കെ നമുക്ക് കയറാൻ പറ്റും. നമുക്ക് പോലും കയറാൻ പറ്റില്ല. ഇതുവരെയായിട്ട് നിങ്ങൾ വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ചെയ്തിട്ടില്ലേ ചെയ്യുക. നമ്മൾ വെൻറ്റിൽ കൂടെ എങ്ങോട്ടും എത്തിയിട്ടുണ്ട് ഗൈസ്. നേരത്തെ വെൻറ്റിനൊരു പവർ ഉണ്ടായില്ല. ഇതെന്താണിത്? ഗൈസ്, അടിയിൽ കുറേ മുള്ളുണ്ട്. നമ്മൾ ആ മുള്ളിലോട്ട് വീണ് ചാടിക്കോ. ചാടോ, ജസ്റ്റ് സിപ്പ് വീണേന്. എത്തി. ഇതെന്താ ഗോൾഡ് പറയും, കോയിനാണ് പോയത്. ആ ബട്ടൺ വെക്കണമെന്ന് പറഞ്ഞാൽ അടിയിലും മുള്ളുണ്ട്. നേരത്തെ പോയോ. ചാട്. സോറി, ഇതങ്ങനെ എസ്കേപ്പ് വേണം. ചാടിക്കോ. ചാട്. അവിടെ എന്തോ ബ്രഞ്ച് പൊളിച്ച സംഭവമുണ്ട്. നമുക്കത് എടുക്കാം. ഇത് പൊളിക്കാൻ വേണ്ടിയാണ് ആ ബ്രഞ്ച് അവിടെ വെച്ചത്. അടിക്ക്. നമ്മങ്ങനെ അത് ആ ബ്രഞ്ച് പീസാക്കി നമ്മൾ പൊട്ടിച്ചത് ഏതോ സ്ഥലം. ദേ ഗൈസ്, ആ പോലീസല്ലേ? ദേ ഇവിടെ എന്തോ ബട്ടൺ വെക്കാൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഓട്. അയാൾ നമ്മൾ പുറകെയുണ്ട് ഗൈസ്. ഓടിക്കും. എങ്ങാനും ഓട്ടം നിന്നേനെ പിന്നെ അയാൾ നമ്മൾ പിടിക്കുമെന്നുള്ളത് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ചാടി. ഗൈസ്, അയാൾക്ക് അത്രയും സ്ലോ സ്പീഡായിരുന്നു ഗൈസ്. ഇപ്പോൾ ഇവിടെയാണ് ചക്കനെ പറഞ്ഞു. വീട് ഇതിന് കുറച്ച് ടഫായിട്ട് തോന്നുന്നുണ്ട്. പിടിച്ച് ഇപ്പം പിടിച്ച്. നമ്മ ഇയാളുടെ നിന്ന് നമ്മൾ ഇങ്ങനെയും രക്ഷപ്പെടണം. ആൾക്ക് തടിയുണ്ടെങ്കിലും ഭയങ്കര സ്ലോ ആണ്. ഇത് നമ്മൾ നേരത്തെ നിൽക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഓടുക. എടാ, പിടിച്ച് ഓടുക. നല്ല പണിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഹോസിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മൾ വീഴുന്നുണ്ട് ഗൈസ്. അയാൾ നമ്മൾ തൊട്ടടുത്തെത്തി. എന്നിട്ട് പിടിക്കാൻ പറ്റില്ലായിരുന്നു. പിടിച്ച് നമ്മ ആ സ്കിപ്പ് ചെയ്ത് ചാടിക്കൂ. നമുക്ക് ഇച്ചിരി അറ്റത്ത് നിന്നാൽ അതിൻ്റെ ചാടി നോക്കാം. അപ്പോൾ ചാടാൻ പറ്റിയാൽ പൈസ അങ്ങനെ ആടി. അവൻ വേറൊരുത്തൻ്റെ അടിയിലോട്ട് പോയി വെല്ല് കയറി. ഏതാ സ്ഥലം? ഇതാണ് മെയിൽ ബാത്റൂം. ഇതെന്താണ്? ക്ലോസറ്റാ. അയാൾ പൂപ്പിട്ട് പോയ ക്ലോസറ്റാണെന്ന് തോന്നുന്നു. ഇതേപോലെ ശവലിരിക്കണ്ട, എടുത്ത് വെക്കാം. ഇവിടെ ഒന്ന് ഡിഗ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതേതാ സ്ഥലം? ഗൈസ്, നമ്മൾ പാതാളത്തിലെത്തി ഗൈസ്. പാതാളം. മൊത്തം ലാവയായിട്ട്. ചാട്. ഇപ്പം ശരിയായി. ഈ പൊട്ടിയ ബ്രിഡ്ജ്. അടുത്ത പൊട്ടിയ ബ്ലാക്ക്. ഇപ്പം വീണേനെ ഗൈസ്. ഇതെന്നോ ഒരു അണ്ടർഗ്രൗണ്ട് ആണെന്ന് തോന്നുന്നു. നല്ല ടെക്നിക്ക് ഉള്ളവരാണെന്ന് തോന്നുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. ഗൈസ്, എന്താണ് ഗൈസ്? ലഡുണ്ടേ. അവിടെ നിന്നെന്തോ ലഡു ഉണ്ടോ ഗൈസ്? എന്തൊരു ലഡു പോലത്തൊരു സംഭവം. അപ്പുറത്തെ വക്കിലോട്ട് ഓടാം. അല്ലെങ്കിൽ നമ്മൾ ലഡുവിൻ്റെ ചമ്മന്തി ആയിപ്പോവും. ഓട്. ഓക്കെ. ഈ ലാഡർ കയറണം തോന്നുന്നുണ്ട്. ഏതോ സ്ഥലത്ത് നമ്മൾ അതേ തന്നെ യോദ്ധാവ്.
ഓ ഗൈസ് അയാളെ നമ്മൾ കണ്ടു. ഇവിടെ ആരോ മാർക്കുണ്ടായി. ഈ വാഴ വന്നിട്ട് ഇരിക്കണം തോന്നുന്നത്. ഓ ഓ ഓ ഗൈസ് അയാൾ നമ്മുടെ അടുത്തെത്തി. പിടിച്ച് ഗൈസ് ആ വാഴ പിടിച്ചപ്പോൾ ഏറ്റവും മുന്നിലുള്ള ഡോർ ഓപ്പണായി. ഓ ചാടിക്കൂ. ഓ ഇത് വീണയില്ല. ഇപ്പോൾ ഗൈസ് അയാളവിടെ നമ്മളെ കണ്ടു. അയാൾ ശരിക്കും ഒരു പൊട്ടനാണ്. നമ്മളെ നേരെ വന്ന് പിടിക്കണതിന് പകരം കറങ്ങി വന്ന് പിടിക്കണം. ഇങ്ങനെ പൊട്ടിയ സ്റ്റെപ്പ്. ലാസ്റ്റ് സ്റ്റെപ്പാണെന്ന് തോന്നുന്നു. ഇല്ല ഇനിയുണ്ട്. കഴിഞ്ഞു ഇതാണ് സ്ഥലം. അല്ല അതെ അവിടെ എന്തോ ഒരു ഇതുണ്ടല്ലോ. അതെന്താ റീജനോ വലിച്ചേക്കല്. എന്താ നമ്മൾ സംബന്ധിച്ചത് അവൻ പോണൈസ്. ഓ ഈ ലിഫ്റ്റാണ് അവനെ മുകളിലോട്ട് കൊണ്ടുപോയത്. ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നോക്കി. കഫറ്റേരിയ സെക്യൂരിറ്റി ട്രെയിനിങ് എന്താണത്? നമുക്ക് ഈ ഗോൾഡ് കോയിൻസ് ഒക്കെ എടുത്തേക്കാൻ വല്ല ആവശ്യം വരുമായിരിക്കും. ലാസ്റ്റ് വല്ല തുറന്ന് പൈസ എടുക്കാൻ പറഞ്ഞാലേ. നമ്മളാ സോഡ പോലത്തെ സംഭവം കുടിച്ചു. ഗായ്സ് ഇനി സ്പീഡിൽ ചാടാനുള്ളതാണെന്ന് തോന്നുന്നു. ജംപ് ചാടിക്കും. യെസ് ഗായ്സ്. ജംപ് ഇതൊക്കെ ഫസ്റ്റ് ട്രൈയിൽ പറ്റണ കാര്യമില്ല ഗൈസ്. വീഴാൻ പോയതാണ് ഗൈസ്. എന്താണത്? നമ്മൾ കുടിച്ചിട്ട് നോക്കാം. ബാക്കിൽ കൂടെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് വിട്ടിട്ടുണ്ട്. അതിന് നമ്മളിപ്പോഴും സ്പീഡിന് പോയി ചത്തേനെ. ഈ കുറേ ലാഡറുണ്ട്. എന്താണ് വലിക്കാൻ പറയണല്ലോ. സ്റ്റോറേജ് റൂമ്. കുറേ ഫോണൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഫോൺ ബൂത്താണല്ലേ ഗൈസ്. ഫൈൻഡ് എ ലാഡർ. ഫൈൻഡ് എ ലാഡർ. സ്റ്റോറേജ് റൂമിലെല്ലാം ഉണ്ടാവും ഗൈസ്. നോക്കാം. ഇവിടെ ഉണ്ട് റീജൻ ബട്ടൺ. ചിലപ്പോൾ ഈ റീജൻ ബട്ടൺ പൊക്കത്തോട്ട് പോണ ഇതിനൊക്കെ കൊണ്ടുവന്നാവുന്ന തോന്നണം. ഇവിടെ വെച്ചിട്ട് ഞാൻ വെല്ലെന്ന് തുറക്കാം. അവിടെ ഏനുണ്ടായിസ്. ചടി. കയറി ചാടി. ഇപ്പം ശരി. എന്തോ കൊടുങ്കാറ്റ് ഫാൻ പോലത്തെ ഒരു സംഭവത്തിനാണ് നമ്മൾ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് വിട്ടാൽ മതി. നമ്മതേ ആ മുള്ളിൻ്റെ അവിടെ കുത്തി തറച്ച് ഇരിക്കണ്ട. ഓക്കെ ഇവിടെ എന്തോ അടിയിലുണ്ട് മുള്ള്. വീണു. ഇപ്പോഴും വീണു. ചാടാൻ പറ്റില്ല. ചാടി. ചാടി. വഴുതി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. സെഡേ കൂടെയൊക്കെ പോകുന്നത്. ചാടി. ചാടി. അടുത്തോട്ട്. ജമ്പ്. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ മൂന്നെണ്ണം കൂടിയിട്ട് തോന്നുന്നുണ്ട്. വഴുതിപ്പോലെ. ക്ലോസ് ദ വാൾസ്. തിരിഞ്ഞപ്പോൾ തന്നെ ഒരു വാഴമാണ്. അടിയിലുണ്ടായി ഒരു വാഴ. ഇത് നമ്മൾ ഇങ്ങോട്ട് വീണ്.
ചെക്ക് പോയിൻ്റ് എടുത്ത കാരണം നമ്മൾ സ്പോണ സ്ഥലത്തെത്തി. രണ്ടാമത്തെ വാൾവും തിരിച്ച്. ഇപ്പോൾ 1 2 3 വാൾവാണ് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ 3 എയറാണത്. 3 എന്തോ ഗ്യാസ് പോലത്തെ അവിടെ പോകുന്നു. നമ്മത് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചാവുന്നാണ് തോന്നുന്നത്. ഓക്കെ, ചെറുതായിട്ട് പണിയൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും ഗൈസ് ഇവിടെ 3 പൈപ്പ് പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അത് നമ്മൾ ആ വാൾവ് വെച്ച് തിരിച്ചതിൻ്റെ ഗ്യാസ് മൊത്തം കളയണമെന്നാണ് തോന്നുന്നത്. അതായിരിക്കും അവിടെ ക്ലോസ് ദ വാൾവ്സ് ചെയ്തത്. ഇവിടെ കുറേ സ്ഥലമുണ്ട്. എന്താ കഴിയല്ലേ, കുറേ വലിയ സ്ഥലവും. കൊടുങ്കാറ്റാ. ഓ, നമ്മ അടിയിലോട്ട് വീഴാൻ പാടില്ല. ചാടിപ്പോടും. ചാടി വീഴരുത്, ഒട്ടും വീഴരുത്. അതെന്തായിരുന്നു മിന്നായ പോലെയാണ്. എൻ്റെ പൊന്ന്, ഒരടിക്ക് ചെയ്തെടുത്ത്. എന്താണ് സ്ഥലം? ഇവിടെ വലിയൊരു ടർബൈൻ ഫാന്. ഓ, അതിനുള്ളിൽ എന്തോ ഒരു സ്ഥലമുണ്ട്. യെസ്, ഇനി അങ്ങോട്ടാ പോണം. ഗൈസ് നമുക്ക് കഫറ്റേരിയ എത്തി. ഗൈസ് നേരത്തെ നമുക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്ത് നമുക്ക് എത്തി. ഗ്യാരി ദി ഷെഫ്. ഇതേ ഗൈസ് അവിടെ എന്തൊരു ആരോ മാർക്ക്. ഫുഡ് സൂക്ക. ഓ ഗൈസ് അതൊരു ഗണ്ണാണെന്ന് തോന്നുന്നത്. ഫുഡ് അതിനുള്ളിൽ നിറച്ചിട്ടുണ്ട്. ഇയാളെ അടിച്ചു കൊല്ലണം. അടി വെടി വെക്കും. ഓ ഗൈസ് അയാൾ തീർന്നു. എന്താണ് ഗൈസ് ഒരു ബോംബ് പോലെ? ആളെന്താ റോബോട്ടായിരുന്നു, പക്ഷെ കണ്ടാൽ തോന്നിക്കില്ല കേട്ടോ. ഈ 3 സഹോദരന്മാരാണ് നിന്നത്. ബാരി പോലീസ്, ഗ്യാരി ദി ഷെഫ്, പിന്നെ മറ്റേ യോധ പോലത്തെ സഹോദരന്മാരാണ്. കറക്റ്റ് ഫേസ് കട്ട്, കറക്റ്റ് തടിയുണ്ട്. സ്ലൈഡ് പോലത്തെ കയറി ഇതിപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ട്. ഈ ഏണിയായി പോകണമെന്ന് കുറച്ച് ലൈഫ് നമ്മുടേത് പോയിട്ടുണ്ട്. അയാൾ അടിച്ചാർന്ന് വന്നിട്ട് ഞാൻ മുകളിലോട്ട് കയറുന്നു. ഓ ഗൈസ് ലൈസൻസ് സൈഡിയായിട്ട് പോവാം. അതാകുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതല്ല. യെസ്. അത്രയും അടി താഴ്ത്തും നമ്മളൊക്കെ കണ്ണിന് പോകാൻ പറ്റില്ല. മുകളിൽ എന്തോ ഉണ്ട്. യൂസ് മെറ്റൽ പ്ലാങ്ക്സ് ടു ഗെറ്റ് അക്രോസ്. അതേ ഇവിടെ പ്ലാങ്ക് ഉണ്ട്. മെറ്റൽ പ്ലാങ്ക്. ഓ, ഇങ്ങനെ ചെയ്യുന്നപ്പോൾ മെറ്റൽ പ്ലാങ്ക് എടുക്കാനാണ് പറഞ്ഞത്. യെസ്. എന്തോ വലിയൊരു സെക്യൂരിറ്റി ഡോർ. ഓ ഗൈസ് ദേ മറ്റേ പോലീസ്. അയാൾ റോബോട്ടിൻ്റെതായിട്ട് അയാളെ കയ്യിലോട്ട് ആ സോക്ക വെച്ചടിക്കണം. അടി. അയാളൊരു കൈ അങ്ങ് എടുത്തേക്കാം. അയാളെന്തോ റോബോട്ടിനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു കൈ പൊട്ടിച്ചെറിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കൂടി അടിക്കുക. അടി. യെസ് ഗൈസ്, അയാളങ്ങനെ ആ റോബോട്ടിൻ്റെ ഇതിൽ പൊട്ടിത്തെറിച്ച് അടിച്ചിട്ടുണ്ട്. സോ അവിടെ എന്തോ വാൻ പോലത്തെ കിടക്കുന്ന പോലീസ് കാർ. എന്തോ മരുഭൂമിയിലായിരുന്നു വെച്ചത്. ഏതെങ്കിലും വണ്ടി കിടന്ന് കറങ്ങുന്നത്. വണ്ടിക്ക് വിരാത്തെ റീചാർജ് ചെയ്തപ്പോൾ വണ്ടി തിരിച്ചോണ്ട് നമ്മൾ ഡോറ് 4 പീസായി ഇടിച്ച് തിളപ്പിച്ച് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടല്ലോ. ഗ്യാസ് ബഗ്ഗടിച്ച് റീസ്പോണ്ട് ചെയ്യാം.
ഇവിടെ ഗ്യാസ് സ്റ്റേഷനുണ്ട്. ഗെറ്റ് ഹിയർ ജഗ്. അങ്ങനത്തെ തുറക്കാൻ പറയുന്നുണ്ട്. ഈ ജഗ് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഏറ്റവും മുകളിൽ എന്തോ ഉണ്ട് ഗൈസ്. ഓ ഏടി വരെ നമുക്ക് പോവാം. ആ ചാടിക്കോ വീയരുത് ഗൈസ്, ഒട്ടും വീയരുതമ്മ. ചാട്. അത് വീഴും. ചാട്. ആ ജംപ്. What a shit guys. ചാട്. അവിടെ തന്നെ ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ജമ്പ് ഗൈസ്. നോക്കി. യെസ്. ഇപ്പോൾ വീണത്. യെസ്. ഇത് കഴിയുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇവിടുത്തെ ഹെലികോപ്റ്റർ, നമ്മളെ കൊണ്ടാണ് ഹെലികോപ്റ്റർ വന്നിരിക്കുന്നത് ഗൈസ്. അങ്ങനെ കയറിയിരിക്കാം. ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാനുണ്ട്. കുറേ ഓബി ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ എസ്കേപ്പ് ആയതിപ്പോൾ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എക്സിറ്റായി ജയിച്ചിട്ടുണ്ട്. നമ്മളത് ഏതോ ഒരു സ്ഥലത്താണ്. ഇനി നിങ്ങൾ അടുത്ത വീഡിയോ കാണുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.